കേട്ടിട്ടുണ്ട്. കൊച്ചുകുഞ്ഞ് ഉപദേശിയാണെന്നോ പുഞ്ചമണ്ണിൽ മാമന് ഉപദേശിയാണെന്നോ, അവരുടെ രണ്ടുപേരുടെ ആരുടെയോ ജീവിതത്തിലെ സംഭവമാണ്. മുറ്റത്ത് നട്ട് കിളിച്ചു വന്ന ഏത്തവാഴ കൊലച്ചു. വേട്ടമല്ലയോ കൊച്ചുകുഞ്ഞോ, അവരിൽ പഴയ പിതാക്കന്മാരാരോ? ഇപ്പോൾ ഒരു സാക്ഷ്യം തന്നെ പലരും പറയുന്നതുകൊണ്ട് ആരുടെയൊക്കെയാണ് നമുക്കും അറിയുന്നില്ല. പുള്ളി എഴുതിയ പാട്ട് ഞാൻ എഴുതിയാന്നാണ് പറയുന്നത്. ഒന്ന പുള്ളി പറഞ്ഞില്ല ഞാൻ 2 വരി എഴുതി, മറ്റേ പുള്ളി ബാക്കി എഴുതി. ഒന്നാം വേറൊരു പുള്ളി പറഞ്ഞ് ഞാൻ എൻ്റെ ഒടുവിലെത്തത് ഞാൻ എഴുതി. അപ്പം വേറെ പുള്ളി പറഞ്ഞ് എൻ്റെ പാട്ട് മൂട്ടിച്ചുകൊണ്ട് അവൻ പോയെന്ന്. എന്നാൽ മറ്റേ പുള്ളി പറഞ്ഞ് ഇവനാ മൂട്ടിച്ചെന്ന്. ഇതിപ്പോൾ ഇത് ആരാന്ന് നമുക്ക് കൃത്യം അറിയത്തുമില്ല. അതുകൊണ്ട് നമ്മളും ഇപ്പോൾ കടന്ന് കുഴയുക ആരുടെയിലും ആട്ടെ. അതുകൊണ്ട് ഒരു സാക്ഷി തന്നെ പലരും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഏത്തക്കൊല മൂട്ടിച്ചു, അതറിയാം, ആരുടെയിലും ആട്ടെ. കള്ളം വന്ന് ഏത്തക്കൊല മൂട്ടിച്ചുകൊണ്ട് പോയി. പുള്ളി പ്രാർത്ഥിച്ച് ദൈവമേ ഞാൻ ദൂതനെ ഇവിടെ നിർത്തിയിരുന്നതാ, ഇവൻ വന്ന് ഏത്തക്കൊല മൂട്ടിച്ചുകൊണ്ട് പോയി. നടന്ന സംഭവം കൊണ്ടുപോയവന് സ്വസ്ഥത കിട്ടിയില്ല. അവൻ പിറ്റേന്ന് ഇവിടെ കൊണ്ട് വെച്ചു. ഞാൻ എപ്പോഴും പറയുന്നൊരു സാക്ഷ്യമുണ്ട്. പാതിയപ്പള്ളി കുഞ്ഞവറാച്ചൻ എന്ന് പറയുന്നൊരു കർത്തൃദാസനുണ്ട്, ഇപ്പോഴും കൊണ്ട് ക്ഷീണമാണ് വാഗത്താനത്ത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കള്ളൻ കയറി. കള്ളൻ വർഷങ്ങൾക്ക് മുമ്പ്. അവിടുത്തെ അമ്മച്ചി നല്ലൊരു അമ്മച്ചിയാണ്, ഭക്തയായ നല്ല മാന്യ മാതാവാണ് കുഞ്ഞവറാച്ചൻ്റെ അമ്മ. അപ്പോൾ കുഞ്ഞവറാച്ചൻ വലിയ ബിസിനസ് ഒക്കെയാണ്, കോൺട്രാക്ടറാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കള്ളൻ കയറി. കള്ളൻ നല്ല ബുദ്ധിയുള്ള കള്ളനാ. സന്ധ്യയ്ക്കേ കയറി. ഇരുട്ടി കഴിയുമ്പോൾ അവർ കതകിന് കുറ്റിയിടും. അപ്പോൾ പിന്നെ തുറക്കാനൊക്കത്തില്ല. അതിൻ്റെ കള്ളൻ നേരത്തെ വലിയ വീടാണ്. അന്നത്തെ കാലത്ത് ഭയങ്കരം വീടാണ്. അന്നത്തെ കാലത്ത് ആ ദേശത്ത് ഏറ്റവും വലിയ വീടാണ്. ഇഷ്ടംപോലെ മുറികളും വാതിലുകളും ഒക്കെ. അപ്പം പലരും അവിടെ വരുമല്ലോ, ബിസിനസ്സിനോട് ബന്ധപ്പെട്ടും കോൺട്രാക്ടറോട് ബന്ധപ്പെട്ടും സഭയൊക്കെ. അപ്പം പലരും വന്നപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരൊക്കെ നടക്കും. അപ്പം ഒരുത്തൻ അങ്ങോട്ട് കയറിപ്പോയി വീട്ടിൽ വന്നവരായിരിക്കുമെന്ന് എല്ലാവരും കരുതി. അവൻ കള്ളനായിരുന്നു. അവൻ നേരത്തെ കയറി പാത്തിരുന്നു. അങ്ങനെ പാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞാറാച്ചനും കുടുംബവും അറിയുന്നില്ല, അമ്മണിമാമയെ അറിയുന്നില്ല. അതിരിങ്ക ജോർജ് സാർ എന്ന് പറയുന്നൊരു കർത്തൃദാസനുണ്ടായിരുന്നു, മൺമറഞ്ഞു. അതിരിങ്ക ജോർജ് സാർ ഭയങ്കര കൃപയുള്ള കർത്തൃദാസനാണ്. അനേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ദർശനം കൊടുത്തു. കുഞ്ഞാറാച്ചൻ്റെ വീട്ടിൽ കള്ളം കയറുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടെന്ന്. നിങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ല. കണ്ടു. കള്ളം കയറി പോകുന്നതും ഇരിക്കുന്ന സ്ഥലവും ജോർജ് സാർ വെളിപ്പാട് കണ്ടു. പുള്ളിക്ക കൊച്ചായൻ എന്ന് പറയുന്ന കർത്തൃദാസനും മക്രോണി ഷൗമേൽ ചായനും പറഞ്ഞു കേട്ടതാ. അവരെയും കൂട്ടിക്കൊണ്ട് അംബാസഡർ കാറിൽ കുഞ്ഞവറാച്ചൻ്റെ വീട്ടിൽ വന്നു. അയ്യോ സാറേ വിളിക്കാതെ എന്നാ വന്നത്, എന്നാ കാര്യം, ആരുണ്ടകത്ത്? ഇന്ന ആൾക്കാരുണ്ട്, ഇങ്ങോട്ടിറങ്ങ. അപ്പോൾ പുള്ളിക്ക കൊച്ചായൻ നല്ല അഭ്യാസമൊക്കെ പഠിച്ച ആളാണ്, വിശ്വാസത്തിൽ വന്നു, കായബലമുള്ള ആളാണ്. അപ്പോൾ പുള്ളി ചോദിച്ചെന്നാ പറഞ്ഞത്, ജോർജ് സാറേ എവിടെ ഇരിക്കുന്നെന്ന്. വെളിപ്പാട് കണ്ടത് ജോർജ് സാറല്ലേ. പുള്ളി പറഞ്ഞു കൊടുത്ത് ഇന്നെടുത്താന്ന്. നേരെ അങ്ങോട്ട് ചെന്ന്. ബാക്കി കാര്യം ഞാൻ ഇപ്പം പറയുന്നില്ല, കൺവെൻഷൻ ആയതുകൊണ്ട്. ഉപദ്രവിച്ചൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഓർക്കുന്ന തല്ലി കുണം വരുത്തി എന്നായിരിക്കും. ഒരു സുവിശേഷം പറഞ്ഞു. എൻ്റെ അറിവ് ശരിയെങ്കിൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. അതാ ഈ മാർഗത്തിൻ്റെ വിശേഷത. സ്തോത്രം. അല്ലാതെ ഡോബർമാനെ വളർത്തിയത് കൊണ്ടൊന്നുമല്ല. പാല് മുറിച്ച 2 പട്ടിയും മോന്ത ചുളുങ്ങിയ ഒരു പട്ടി, അതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ മേല. കണ്ടിട്ടില്ലേ എത്ര? ഈയിടെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതുണ്ട്. ഈയിടെ നിൻ്റെ വീട്ടിൽ ദൈവം ദൂതനെ ഇറക്കുമെന്നായി പറഞ്ഞത്. നിൻ്റെ സഭയ്ക്ക് ചുറ്റും ദൈവം ദൂതനെ ഇറക്കുമെന്ന്. നീ പാർക്കുന്നിടത്ത് ദൈവം ദൈവദൂതനെ ഇറക്കുമെന്ന്. ദൈവദൂതൻ ഇറങ്ങിയാൽ ഒരു ദൂതൻ ഇറങ്ങി 1,85,000 അടിച്ച് ശരിയാക്കി. ഈ ടൈപ്പ് ദൂതനാണ് നിനക്ക് വേണ്ടി ഇറങ്ങുന്നത്. എന്താ പട്ടിയുടെ പിന്നെ പാക്കോ? പഗ് വന്നാൽ 1,85,000 അടിക്കുമോ? സ്വോത്രം. പട്ടിയെ അവൻ അടിച്ച് ശരിയാക്കും. നിനക്ക് പട്ടി വേണോ ദൂതൻ വേണോ എന്ന് ഇന്ന് രാത്രി തീരുമാനിക്കണം. നാളെ ഒരുത്തം പറഞ്ഞ് പട്ടിയും ദൂതനും വേണമെന്ന്. രണ്ടും കൂടെ ഒക്കുകയല്ല, രണ്ടും കൂടെ ഒക്കത്തില്ല. ദൈവത്തിൻ്റെ മഹത്വം. നിനക്ക് ദൂതൻ ദൈവം ഇറക്കും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് ശക്തിയും ബലവുമേറിയ ദൈവദൂതന്മാർ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടിയാ. അയ്യോ എല്ലാവർക്കും കൂടെ ദൈവം ദൂതനെ വിടുമോ? അതിനു വേണ്ട ദൂതനുണ്ടോ? അയ്യോ ഉണ്ട്, കോടി ദൂതന്മാരാ.
കോടി കോടി ദൂതരുമായി യേശുരാജൻ വരുന്നേരം മരിച്ചവർ ഉയർത്തിയിടും വിശുദ്ധന്മാർ പറഞ്ഞിടും. കോടി കോടി ദൂതരുമായി മരിച്ചവർ ഉയർത്തിയിടും വിശുദ്ധന്മാർ പറഞ്ഞിടും. വാക്കുമാറ ദൈവജനം ഓരോന്നായി നിറവേറും. വാക്കുമാറ ദൈവജനം ഓരോന്നായി നിറവേറും. ഞാനും ചേർന്ന് ആനന്ദിക്കും എന്നെ യേശുവോടുകൂടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതെ, ദൈവത്തിന് മഹത്വം. ശിംശോൻ പാസ്റ്ററെ പാടുമ്പോഴേ ഇവര്, ഞാൻ പ്രസംഗിക്കുമ്പോൾ കുഴപ്പമില്ല, പാട്ട് പാടുമ്പം ഇതിൻ്റെ ശബ്ദം അങ്ങ് പോകുന്നു. അതെന്നാ? ഏത് അതിലോ? അപ്പം ഇവരുടെ ശബ്ദം കേൾപ്പിക്കാതിരിക്കാൻ എന്നാ മാർഗം? എൻ്റെ ശബ്ദമല്ലേ കേൾക്കണ്ടേ? അപ്പം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാൻ ഒരു വരിയെ പാടുകയുള്ളൂ. ആ സഹോദരനൊക്കെ ദൈവമേ എന്നെ ഇത് വിളിച്ചും പുരണ്ടി ഇരുത്തിരിക്കുക കൊട്ടാന, അയാളോട്ട് പാടുന്നുമില്ല. ഒരു വരി പാടും, ഒന്നിൻ്റെ കൊട്ട് മതി. ഒരു കാര്യം ദൈവമക്കളോടും കേൾക്കുന്നവരോട് പറയാം, നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. സാത്താനോട് ദൈവം പറഞ്ഞു, ആട്ടെ അയ്യോവനുള്ളതെല്ലാം തോട്. എങ്ങനെ തോടാനാ? നീ അവന് ചുറ്റും വേലി കെട്ടി. നിനക്ക് ചുറ്റും ദൈവത്തിന്റെ വേലിയുണ്ട്. ദൈവം അറിയാൻ ഒരുത്തനും നിന്നെ തൊടത്തിന്റെ വേലി പൊളിക്കത്തില്ലെന്നേ. ഇങ്ങനെ സാത്താൻ പറഞ്ഞപ്പോൾ ആ തമ്പുരാൻ പറഞ്ഞു, അങ്ങനെ എന്താ ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് തരിക, പക്ഷെ അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത്. ഇനി ഓടിച്ചു പറയാം. സാത്താൻ ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അനുവദിച്ചല്ലോ. സാത്താൻ സന്തോഷമായി. സാത്താൻ സന്തോഷിച്ച് പുറപ്പെട്ട് ഇയ്യോബിനുള്ളത് മുഴുവൻ അങ്ങ് തോട്ടു. 1:13 മുതൽ വായിര്. ഒരു ദിവസം ഇയ്യോബിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ദൂതൻ അവന്റെ അടുക്ക വന്ന് കാളകളെ പൂട്ടുകയും പെൺകരുതുകൾ അരികെയും മേഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ശെബായർ വന്നവയെ പിടിച്ചുകൊണ്ടുപോയി വേലക്കാരെ വാളിന്റെ വയറ്റിലേക്ക് വെട്ടിക്കൊന്നു. വിവരം തന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം മടുതി പോന്ന് പറഞ്ഞു. ഇത് പറഞ്ഞോടിക്കുമ്പോൾ വേറൊരുത്തം വന്ന് അടുത്ത വാക്യം വായിര്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു. ദൈവത്തിന്റെ തീ ആകാശത്ത് നിന്ന് വീണ് കത്തി വേലക്കാരും ബാല്യക്കാരും എല്ലാം ഇരയായി തുറന്നു. വിവരം തന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം മഴുതി പോന്നു. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ വേറൊരുത്തം വന്ന് അടുത്ത വാക്യം വായിര്. പെട്ടെന്ന് കൽദയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടു പോകുകയും വേലക്കാരെ വാളിന്റെ വായുത്തിലേക്ക് വെട്ടിക്കൊന്നു. വിവരം തന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം മഴുതി പോന്നു പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ വേറൊരുത്തം വന്ന് അടുത്ത വാക്യം വായിര്. നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്ത്. പെട്ടെന്ന് മരുഭൂമിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് പേരയുടെ 4 മൂലയ്ക്ക് ഒടിച്ച് പേര കൊച്ചുങ്ങളുടെ പുറത്ത് വീണു. കൊച്ചുങ്ങളെ യാത്തന്നാ ഞാൻ എൻ്റെ ശൈലി പറഞ്ഞതുള്ളത്. അങ്ങനെ തന്നെ അല്ലേ? സ്തോത്രം. ത്രിവിധ ശക്തി വന്ന് ഇയ്യോബിന്റെ സമ്പദ്ഘടന മുഴുവൻ നശിപ്പിച്ചെന്ന്. ഈ സാമ്പത്തിക ഭദ്രത വന്നത് ദൈവം അറിഞ്ഞ? അതെ, ദൈവം അറിഞ്ഞാ വന്ന്. ഷാജാഹിദ് ഒപ്പിച്ചെങ്കിലും ദൈവം അനുവദിച്ചിട്ടാ. ഈ കണ്ടമാനം കാശുണ്ടാക്കാൻ പരിശ്രമിക്കുമ്പോൾ ചില കെടുതികളൊക്കെ വരും. ഇത് ദൈവം അറിഞ്ഞ കേസാ, ദൈവം അനുവദിച്ചു. പിശാചി പറഞ്ഞത് അവനിങ്ങനെ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നതും സ്തോത്രം പറയുന്നതും ആരാധിക്കുന്നത് കാശുള്ളത് കൊണ്ടാ. കാശെല്ലാം തീരട്ടെ, അന്നേരം അറിയാൻ കളി. അന്നേരം ദൈവം പറഞ്ഞ ആണ്ട മുഴുവൻ ഏൽപ്പിക്കുക, തൊട്ടു. അങ്ങനെ സാത്താൻ വന്ന് ഇയ്യോബിനുള്ളതെല്ലാം തൊട്ടു. കൽദയര് ശെബായര് ത്രിമൂർത്തികൾ. അങ്ങനെ ചിന്തിക്കുന്ന ത്രിമൂർത്തി, 3 ശക്തികൾ. കൽദയര്, ശെബായര്, തീ. ഈ 3 ത്രിവിധ ശക്തികൾ വന്ന് ഇയ്യോബിന്റെ സമ്പത്ത് മുഴുവൻ തകർത്തു. പിള്ളേരെല്ലാം കൂടെ മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്ന് വീഞ്ഞു കുടിച്ചിരിക്കുക. പിള്ളേര് 10 പിള്ളേര്. അങ്ങനല്ലേ എഴുതിയേക്കുന്ന? മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ. അങ്ങനല്ലേ വായിച്ചേ? നിന്റെ മക്കളല്ല, മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ. അല്പം കൂടെ കയറ്റി വായി. നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്തായാലും പിള്ളേര് നല്ല കൊച്ചുങ്ങളാ, കാരണം പ്രാർത്ഥിക്കുന്ന കൊച്ചുങ്ങൾ. അതുകൊണ്ട് എല്ലാവരുടെ ഒരുത്തന്റെ വീട്ടിൽ ഒന്നിച്ച് കൂടി. മൂത്ത ചേട്ടൻ, നമ്മള് കൂടുകയല്ല,
മൂത്തവൻ ചർച്ച് ഓഫ് ഗോഡ്, രണ്ടാമത്തവൻ IPC, അതിൻ്റെ ഇളയവൻ അസംബ്ലീസ് കോഡ്, നാലാമത്തവന് ഷാരോന്, അഞ്ചാമത്തവൻ സ്വതന്ത്ര പെന്തിക്കോസ്, തള്ളയൊരെണ്ണം TPM-ൽ, ഒരെണ്ണം യോജിക്കുകയില്ല, കയറുകയില്ല. ഇവിടെ യോഗം വെക്കുമ്പോൾ അവർ വരികയില്ല, അവിടെ വെക്കുമ്പോൾ ഇവരും ചെല്ലുകയില്ല. ഇവൻ മേധവസ്ഥമായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവർ പാട്ടോത്സവം മേധവസ്ഥമായിട്ട് അങ്ങോട്ട് കണ്ടാൽ പോലും മിണ്ടുകയില്ല. അവരെ കണ്ടിട്ട് തെക്കോട്ട് തിരിഞ്ഞ് നടന്നു. രണ്ടു കൂട്ടർ അങ്ങേയറ്റത്ത് ചെന്ന് വെച്ച് നോക്കിയപ്പോൾ സൂക്ഷം നോക്കുകയും ചെയ്തു. ഞാൻ പറയുന്ന മനസ്സിലാകുന്നില്ലേ അല്ലേ? എന്നാൽ ഈ പിള്ളേർ നല്ല പിള്ളേരാ. മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ ഒന്നിച്ചു കൂടി. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, ദൈവമക്കളെ, ദൈവസ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ സഭ നോക്കിയല്ല, സംഘടന നോക്കിയല്ല, കളർ നോക്കിയല്ല, പൈസ നോക്കിയല്ല, പൊസിഷൻ നോക്കിയല്ല. യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിനെ കാണുമ്പോൾ അകത്തൊരു തുടിപ്പുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിന്റെ മാനസാന്തരം ശരിയായ മാനസാന്തരമാണ്. IPC, ചർച്ച് ഓഫ് ഗോഡും അസംബ്ലീസ് കോഡ്, ഷാരോനും ന്യൂ ഇന്ത്യയും TPM നോക്കിയല്ല സ്നേഹിക്കേണ്ടത്. ബോർഡ് നോക്കിയുള്ള സ്നേഹമൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. സ്തോത്രം. കളർ നോക്കിയുള്ള സ്നേഹവും ദൈവത്തിൻ്റെതല്ല. എനിക്ക് ഒരു പ്രഗത്ഭനായ ഒരാളെ അറിയാം. പുള്ളി പണ്ഡിത ശിരോമണിക്ക, പക്ഷെ എല്ലാവർക്കും കൈ കൊടുക്കുകയല്ല. എല്ലാവർക്കും കൊടുക്കുക. പണ്ഡിതനാ, പണ്ഡിതൻ, ഭയങ്കര പണ്ഡിതനാ. പേരൊന്നും ഞാൻ പറയുന്നില്ല, മറന്നുപോയിട്ടല്ല, വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നെന്ന് ഓർത്ത്. ഭയങ്കര പണ്ഡിത ശിരോമണിയാ, എല്ലാവർക്കും കൈ കൊടുക്കുകയല്ല. ചില കനമുള്ള പിടിപ്പുള്ള കാശുള്ളവരെ കണ്ട കഴിഞ്ഞോട്ട് ഞാൻ കാണിക്കാൻ പുള്ളി കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് പിടിപ്പ് കുറഞ്ഞവനും, ചില നാടൻ ഭാഷ പറയുക, കളർ കുറഞ്ഞവനും പിടിപ്പ് കുറഞ്ഞവനും കാശില്ലാത്തനും അന്നെ കൈതാ സ്തോത്രം. ഇതൊന്നും ദൈവമക്കൾക്ക് ഭൂഷണമല്ല. അവർ ദൈവം വിളിച്ചവരുമല്ല, മാനസാന്തരപ്പെട്ടവരുമല്ല. സ്തോത്രം. സഭ നോക്കിയല്ല സ്നേഹിക്കേണ്ടത്. മാർത്തോമയാന്നോ, യാക്കോബയാന്നോ, കത്തോലിക്കരാന്നോ, അല്ലെ CSI ആന്നോ, CMS ആന്നോ, സാൽവേഷൻ ആർമി ആന്നോ, ബ്രദർ ആന്നോ, പെന്തിക്കോ, അതല്ല ദൈവസ്നേഹം. രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിൻ്റെ പൈതലിന്, രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിനെ കാണുമ്പോൾ അകത്തൊരു തുടിപ്പുണ്ടാകും. ഈ വന്ദനം കേട്ടിയപ്പോൾ പിള്ള ഗർഭത്തിൽ തുള്ളിയെന്നാ. ഒരു തുള്ളി പിള്ള നിന്നുമില്ല, പിള്ള വെളിയിൽ വന്നും തുള്ളി. സ്തോത്രം. അവൻ ആത്മാവിൽ പിന്നെയും ബലപ്പെട്ട. നമ്മൾ ഒരു തുള്ളിയാ ചിരിക്കുക മിണ്ടാതെ. എന്നിട്ട് പറയും, ഞാൻ 82 തുള്ളിയതാ. എവിടെ വെച്ച്? അകത്ത് വെച്ച്. പിന്നെ തുള്ളിയിട്ടില്ല. തുള്ളണമെന്നുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതലിന് അകത്ത് തുടിപ്പുണ്ടാകും. അപ്പൊ ഈ പിള്ളേര് നല്ല പിള്ളേരാ. എല്ലാവരും മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ ഒന്നിച്ച് കൂടി. അതൊരു നല്ല കാര്യമാണ്. ദൈവമക്കൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. സ്തോത്രം. ഇത് ചില സഭ യോഗം വെക്കുമ്പോൾ മറ്റവർ വരികയല്ല, അവർ വെക്കുമ്പോൾ ഇവർ പോകുകയല്ല. ഇതൊന്നും ശരിയായൊരു നടപടിയല്ല. അതാരുടെ യോഗമാണ്? അതെ, സ്വതന്ത്രക്കാരാ. ഞങ്ങളാരും പോകുകയല്ല. ഞങ്ങൾക്ക് ആ ദിവസം ഇവിടെ വേറെ ഒന്നും ഗുണം വന്ന കേസല്ല. എടാ, ദേശത്ത് ആരുമായിക്കോട്ടെ ഒരു സുവിശേഷ യോഗം നടക്കുമ്പോൾ ആ ദേശത്തുള്ള ദൈവമക്കളെല്ലാം ഒന്നിച്ചു കൂടണം. അല്ലാ ദൈവസ്നേഹം. അല്ലാതെ അവർ യോഗം വെക്കുന്ന സെയിം ഡേറ്റ് അപ്പുറയും കൊണ്ട് യോഗം വെച്ച് ഉള്ള കുരുക്ക് ഒപ്പിച്ച് വിശ്വാസി കടന്നു കൂടി അങ്ങോട്ട് പോകാവോ? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സെല്ലാം അവിടെ ഉണ്ടോ? അങ്ങനല്ല. ദൈവസ്നേഹത്തിൽ നിൽക്കണം. ഏട്ടാ, ഞാൻ ഇടയ്ക്ക് ആ ഭാഗം അങ്ങ് വിടുക. അപ്പോൾ ഇവര് പിള്ളേരെല്ലാം കൂടെ മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ തിന്ന് വീഞ്ഞു കുടിച്ചിരുന്ന് പെട്ടെന്ന് കൊടുങ്കാറ്റ് വന്ന് പെരയുടെ മൂലക്കടിച്ച് പുര കുഞ്ഞുങ്ങളുടെ മേൽ വീണ് കുഞ്ഞുങ്ങൾ 10 മരിച്ചു. ഇയ്യോബിന്റെ സമ്പത്ത് മുഴുവൻ തകർത്തു, തലമുറ മുഴുവൻ പോയി. സാത്താൻ ഓർത്തത് സമ്പത്തും തലമുറയും പോകുമ്പോൾ ഇവൻ ദൈവത്തെ ത്യജിച്ചു പറയുമെന്ന. പക്ഷേ ഇയ്യോബിന്റെ ക്വാളിറ്റി കണ്ടോ? ഇയ്യോബ് പറയുക, ദൈവം തന്നു, ദൈവം എടുത്തു, അവിടുത്തെ പൊന്നുനാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവം തമ്പുരാൻ അപ്പം സാത്താനോട് പറഞ്ഞു, സാത്താനെ നീയല്ലേ പറഞ്ഞ പുള്ളിയുടെ സമ്പത്തും പിള്ളേരും എല്ലാം പോകുമ്പോൾ ദൈവത്തെ ത്യജിച്ച് പറയുന്നത്. അവൻ്റെ സമ്പത്തും പിള്ളേരും എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും പുള്ളി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നല്ലോ. ഉടനെ സാത്താൻ പറയാ, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെ ജീവന് പകരം കൊടുക്കുമെന്ന്. 2-4 വായിര്, 2-4.
സാത്താൻ യഹോവയോട് ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. ഒരു മനുഷ്യന് ഏറ്റവും വലുത് അവന്റെ ജീവനാ. എല്ലാവർക്കും അങ്ങനെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും വലുത് അവനവന്റെ ജീവനാ, അല്ലേ? എല്ലാവർക്കും അങ്ങനെ. സഹോദരിമാര് പറയുമോ, എൻ്റെ അച്ചാച്ചൻ എനിക്ക് അങ്ങ് ജീവനാ. അത് ജീവനാ, പക്ഷേ അച്ചാച്ചനേക്കാളും ജീവൻ അവനവന്റെ ജീവനാ. ബൈക്കേലൊക്കെ ഉള്ള പോക്ക് കാണുമ്പോൾ നമ്മളൊക്കെ ജീവനാ. പിന്നെ ജീവനെയൊക്കെ നമ്മൾ കണ്ടതല്ലേ. എല്ലാവരും അല്ലെങ്കിലും സിംഹഭാഗവും ആരോഗ്യവും പ്രസരിപ്പും ഓജസ്സും കരുത്തും നെടുപ്പവും ആക്കവും തൂക്കവും ഒക്കെ ഉള്ളപ്പോൾ അച്ചാച്ചാ. അത് കഴിയുമ്പോൾ പുള്ളി ആകെ ക്ഷീണിക്കുമ്പം എങ്ങനെയുണ്ട്? ഓ, പുള്ളിക്ക് വയ്യ. ദൈവഹിതത്തിനായിട്ട് പ്രാർത്ഥിച്ചാട്ട പാസ്റ്ററെ. തന്തയാകാനാണ് പറഞ്ഞത്. അത് പച്ചയ്ക്ക് പറഞ്ഞില്ലെന്നേ, വലിയ കഷ്ടമാണ്. നേരത്തെയോ ഞങ്ങളുടെ ഒരു അച്ചായൻ പറഞ്ഞത്, വന്ന് വിളിച്ചു, മേരിക്കുട്ടി എന്ന് വിളിച്ചു രാത്രിയിൽ. വർഷങ്ങൾ കല്യാണം കഴിഞ്ഞ് മക്കളും കൊച്ചുമക്കളായി. അതിന് എന്ത് ചെയ്തിട്ട് കതക് തുറക്കുന്നില്ല, പഴയ കാലമാണ്. അപ്പോൾ പുള്ളി കറണ്ടില്ല. അപ്പോൾ പുള്ളി വെച്ചിട്ട് കതക് തുറക്കടി അച്ചായ, സാക്ഷ കാണുന്നില്ലെന്ന്. സാക്ഷ, പണ്ട് സാക്ഷ എന്നാ പറയുന്നത്, സാക്ഷ. അപ്പോൾ പുള്ളി തിണ്ണയെന്ന് ചോദിച്ചു. പണ്ട് ഒറ്റപ്പിടുത്തത്തിന് സാക്ഷായിലായിരുന്നല്ലോ ഒന്ന്. കല്യാണം കഴിച്ച ആ നാളുകളിൽ സൂക്ഷം വന്ന് സാക്ഷായിലായിരുന്നല്ലോ കൈ വെക്കുന്നത്. ഇപ്പം 10-25 കൊല്ലം കഴിഞ്ഞാന്ന് വന്ന് ഈ സാക്ഷ തപ്പി പുള്ളി വെളിയിൽ നിന്ന് ചോദിച്ചു, വെളുക്കുവോളം നിൽക്കണോടി, കിട്ടുമോ എന്ന് സാക്ഷ. അങ്ങനെ മനുഷ്യന്റെ രീതി അങ്ങനെ. സ്തോത്രം. അവനവന്റെ ജീവനായ ഏറ്റവും വലുത്. അതാ സാത്താൻ പറയുക, ത്വക്കിന് പകരം ത്വക്ക്. മനുഷ്യൻ തന്റെ ജീവന് പകരം കൊടുത്തു കളയും. ജീവന് പകരം ഉള്ളതൊക്കെയും, തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. അപ്പൊ എന്ത് വേണേലും അവനവന്റെ ജീവന് വേണ്ടി കൊടുക്കും. പറഞ്ഞതിന്റെ സാരം ഇതാ, അവന്റെ പിള്ളേരെയും പെറുങ്കണിയും വരുമാനമൊക്കെ ആ തൊട്ടത് അവനെ തൊട്ടോ ഇല്ല, അവനെ തൊട്, അന്നേരം അറിയാം വിവരം. അപ്പൊ ദൈവം സാത്താനോട് എന്നാ പറഞ്ഞു? അടുത്ത വാക്യം ദൈവം സാത്താനോട്, നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും. അപ്പൊ ദൈവം തമ്പുരാൻ സാത്താനോട് പറയുക, നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥി മാംസവും ഒന്ന് തൊടുക. അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് ദൈവം തമ്പുരാൻ പറയുക. നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥി മാംസവും, യോബിന്റെ അസ്ഥി മാംസവും തൊടുക. അന്നേരം താനിന്ന് പറയാ. അപ്പൊ ദൈവം തമ്പുരാൻ എന്നാ പറഞ്ഞത്? ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കും. ഉടനെ ദൈവം തമ്പുരാൻ സാത്താനോട് പറയുക, ഇതാ അവനെയും കൂടെ നിന്റെ കയ്യിലോട്ട് തരിക, എന്നാൽ അവന്റെ പ്രാണനെ മാത്രം തൊടരുത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ പ്രാണനെ ദൈവം അറിയാൻ ആരും തൊടുകയല്ല. ഏത് മാരക രോഗം വന്നാലും നിന്റെ പ്രാണം പോകത്തില്ല. ക്യാൻസർ ആയിരിക്കാം, ബ്രെയിൻ ട്യൂമർ ആയിരിക്കാം, കിഡ്നി പ്രോബ്ലം ആയിരിക്കാം, ഹാർട്ടിന്റെ പ്രോബ്ലം ആയിരിക്കാം, ഷുഗർ കൂടി അങ്ങേയറ്റം പറ്റിക്കാണ്, മറ്റനേക രോഗങ്ങൾ നിന്നെ പിടികൂടി. ലോകത്തിലെ വൈദ്യന്മാർ പറഞ്ഞു കാണും, അധിക നാൾ കാണത്തില്ല, ജീവിച്ചിരിക്കത്തില്ല, ക്യാൻസർ ആയത് 4ാം സ്റ്റേജൊക്കെ വന്നു എന്നൊക്കെ പറയും. അത് ഞാൻ എതിർക്കുന്നില്ല, വൈദ്യശാസ്ത്രം അങ്ങനെയൊക്കെ വിധി എഴുതി. പക്ഷേ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയുക, ദൈവം അറിയാതെ നിന്റെ പ്രാണം പോകത്തില്ല, ദൈവം അനുവദിക്കാതെ നിന്റെ ജീവൻ പോകത്തില്ല. നിന്റെ ജീവൻ അവിടുത്തെ ഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുക. ജീവന്റെ മേലും മരണത്തിന്റെ മേലും പാതാളത്തിന്റെ മേലും അധികാരമുള്ളവൻ നസറേയനാകുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. അതികളൊടിച്ചെന്നെ കാക്കുന്നവൻ, പച്ചനദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികളൊടിച്ചെന്നെ കാക്കുന്നവൻ, പച്ചനദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിൽ എന്നെ നടത്തിക്കൊണ്ട് വരുന്നവൻ ജീവനായകനേ, മനുവേലേ
ഇനി ഒന്ന് കൊട്ടാതിരുന്നേ, അന്നേരം ഞാൻ നോക്കട്ടെ. ഒന്ന് കൊട്ടാതിരുന്നേ, ഞാൻ നോക്കട്ടെ. കൊട്ടരുതേ, ഞാൻ പറഞ്ഞിട്ട്. അതികളൊന്നി ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ നീതി വഴിയിലെന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ എൻ ജീവനായകനെ മനുവേലേ ജീവനായകനെ. ഇപ്പോ ഇതുപോലെ ഇനി ഒപ്പിക്കണം. ഒക്കുകയല്ല. എന്നാ ഇനി അതൊന്നും വായിക്കുകയും വേണ്ട, ഒക്കുകയല്ലെങ്കിൽ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം അനുവദിക്കാതെ ദൈവം പറയാതെ നിന്റെ ജീവൻ പോകുകയല്ല. നിന്റെ ജീവൻ ദൈവത്തിന്റെ കരങ്ങളിലാ. സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ കർത്താവാ. ഇന്ന് രാത്രി ഈ മാരക രോഗത്തിൽ വലയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അവൻ സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ പറ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ലോകവൈദ്യന്മാർ പറഞ്ഞു കാണും, അധിക നാൾ കാണത്തില്ല, അധിക മാസം കാണത്തില്ല, അധിക നാൾ ജീവിച്ചിരിക്കും. അതൊക്കെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുകയാ, നീ മരിക്കത്തില്ല, നിന്റെ ജീവൻ ദൈവത്തിന്റെ കരങ്ങളില്ല. പ്രാണന്റെ മേൽ അധികാരമുള്ളവൻ യേശു. ഇന്ന് രാത്രി ആ കർത്താവിന്റെ കരങ്ങളെ സമർപ്പിക്ക്. നിനക്കും നിന്റെ കുടുംബത്തിനും ഇന്ന് രാത്രി വിടുതലാ. യേശു നിന്നെ സൗഖ്യമാക്കും, യേശു നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ സൗഖ്യമാക്കും. നിന്റെ പ്രശ്നത്തിന് ഇന്ന് രാത്രി പരിഹാരമുണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവം ഞാൻ പറയുക, ഇതാ ഇയ്യോബിനെയും കൊണ്ട് അങ്ങ് തരിക. പക്ഷെ അവന്റെ പ്രാണനെ മാത്രം സാത്താന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ സാത്താൻ സന്തോഷിച്ച് പുറപ്പെട്ട് ഇയ്യോബിനെ തൊട്ടു. അടുത്ത വാക്യത്തിലുണ്ട്, അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി. അടുത്ത വാക്യമായി, സാത്താൻ അവൻ ഒരു ഓട്ടൻ കഷ്ണം എടുത്ത്. അല്ലല്ല, അതിന്റെ മുകളിൽ സാത്താൻ വന്ന് തൊട്ട കാര്യം വായിക്കും. യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തൊട്ടേക്കരുത്. അടുത്ത വാക്യം, അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിന്റെ ഉള്ളംകാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കെന്ന, ചെറിയ പരുക്കല്ല, പരുക്കളെ പരു. പണ്ടൊരാൾ പറഞ്ഞു ഇയ്യോബിന് കരപ്പനായിരുന്നെന്ന്. പിന്നെ കരപ്പനൊന്നും വന്ന കാര്യമല്ല, വല്ലാത്ത പരുക്കള്. എല്ലാം വിവരിക്കുന്നില്ല. അസുഖ്യമായ വേദനയും വല്ലാത്ത ചൊറിച്ചിലും. ഈ പരുക്കളും വ്രണങ്ങളും കഠിനമായിട്ട് ഈ പുറമെയുള്ള പരുക്കളേക്കാൾ ഉപരി ഉള്ളിലും പരുക്കളും വ്രണങ്ങളും വന്നെന്ന. ഈ പരുക്കളും വ്രണങ്ങളും കഠിനമായപ്പോൾ ഇയ്യോബ് ചാരത്തിൽ പോയിരുന്ന് ഓട്ട് കഷണമെടുത്ത് ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുക. ചൊറിഞ്ഞു ഇങ്ങനെ ചൊറിച്ചിലല്ലേ. ഓട്ട് കഷണമെടുത്ത് ഇങ്ങനെ ചൊറിഞ്ഞും ചൊരണ്ടി ഇരിക്കുക. പരുക്കളല്ലേ. ഞാൻ പറയാനുണ്ട്, ഭക്തന് ബുദ്ധിമുട്ട് വന്നപ്പോ എന്തെടുക്കുക? ചൊറിയുക. എന്നാൽ മർക്കോസ് 5 ഒരുത്തനുണ്ട്, ചൊറിയായിരുന്നോ? 5:5 വായിര്. മർക്കോസ് 5:5. അവൻ ചൊറിയല്ലോ. 5:5 പെട്ടെന്ന് വായിച്ചു. മർക്കോസ് 5:5. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചു. ഇയ്യോബ് എന്നെടുക്കുകയായിരുന്നു? ചൊറിയുക. മർക്കോസ് 5 പുള്ളി ചതയ്ക്കുക. ഇതാ ഭക്തനും അഭക്തനും തമ്മിലുള്ള വ്യത്യാസം. അല്ലെ, കൊണപ്പെട്ടവനും കൊണപ്പെടാത്തവനും തമ്മിലുള്ള വ്യത്യാസം. എൻ്റെ ഭാഷയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കൊണപ്പെട്ടവൻ ചൊറിഞ്ഞു, കൊണപ്പെടാത്തവൻ ചതച്ചു. അങ്ങനെ ചതയ്ക്കുന്നവരുണ്ട്. കുടുംബജീവിതമൊക്കെ അല്ലേ, പല ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ചില സഹോദരിമാർ, എല്ലാവരുമല്ല, ചില സഹോദരിമാർ വീട്ടിൽ ബുദ്ധിമുട്ടും പ്രയാസവും ആരോഗ്യവും ഒക്കെ വരുമ്പോൾ ഭർത്താവിനെ തല്ലാനൊക്കാത്തതിന് ചിലർ തല്ലുന്നവരും ഉണ്ട്, തല്ല് മേടിച്ചവരും ഉണ്ടെന്ന്. അടുത്ത കാലത്ത് എന്നോടൊരാൾ പറഞ്ഞു, ഒന്ന് കിട്ടിയെന്ന്. എന്നോട് പറഞ്ഞതാണ്. ഞാൻ ചോദിച്ചു, തിരിച്ചടിച്ചോ? ക്രൂശിച്ചെന്ന് പറഞ്ഞു. അത് ക്രൂശി ആണി ഇളകിയതാണ്.
ആണി ഇളകിയ പലരും കാണും. അപ്പൊ ചിലര് തിരിച്ചു തല്ലത്തില്ല, തല്ലുകയില്ല, തല്ലാനൊക്കത്തുമില്ല. അതിന് തന്നെത്താൻ ഇങ്ങനെ ഇടിക്കുന്ന കാണും. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു. കണ്ടിട്ടുണ്ടോ എന്നല്ല, ഇടിച്ചിട്ടില്ലേ? സഹോദരന്മാരുടെ ഒരു കാര്യം പറയാം. അങ്ങനെ തന്നെത്താൻ ഇടിക്കുമ്പോൾ നിങ്ങൾ ഞായറാഴ്ച സമയം കിട്ടുകയാണെങ്കിൽ സാക്ഷി പറയണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, കഴിഞ്ഞ ആഴ്ച മർക്കോസ് 5 നിറവേറി. അപ്പം ഞങ്ങൾക്ക് പിടി കിട്ടും. തെളിച്ച് പറയണ്ട, ഞങ്ങൾക്ക് പിടി കിട്ടും. ഇത്ര പറഞ്ഞാൽ മതി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ മർക്കോസ് 5 നിറവേറി. അപ്പം ഞാൻ 5-ന്റെ 5 വായിച്ചോളാം. തന്നെത്താൻ ചതച്ചു. അതെ, ഇയ്യോബ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ വളരെ കഷ്ടത്തിൽ കൂടെ പോകുകയാ. ഓടിച്ചു പറയാം, പുറമെയുള്ള പരുക്കളേക്കാളുപരി ഉള്ളിൻ്റെ ഉള്ളിൽ പരുക്കളും വടുക്കളും വ്രണങ്ങളും ഉണ്ടായി അകത്തുനിന്ന് വരുന്ന ശ്വാസത്തിന് ദുർഗന്ധം. അതാ പുസ്തകത്തിൽ വായിക്കുന്നത്, എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഖ്യവും എൻ്റെ യാചന എൻ്റെ ഉടപ്പെടുന്നവൾക്ക് അറപ്പുമായി. വടി പോയവരെല്ലാം ഇയ്യോബിനെ പഠിക്കാൻ തുടങ്ങി. സ്നേഹിതന്മാർ ദ്വേഷിക്കുക. ഇയ്യോബിന് അനർത്ഥവും കഷ്ടമെല്ലാം വന്നപ്പോൾ 2-3 സ്നേഹിതന്മാരുണ്ടായിരുന്നു. 2:11 അവർ പറഞ്ഞു, നമുക്ക് അത്തറ്റം പോയി പുള്ളിയുടെ കൂടെ സഹതപിപ്പാന്ന്. 2:11 അനന്തരം തേമാന്യനായ എലീഫസ്, നയമത്തിയായ ശൂഹ്യനായ ബിൽദാദ്, നയമത്യനായ സോഫർ, 3 പേര്. അവിടെ 3, പിന്നെ എലീഹു എന്ന് പറയുന്ന വേറൊരു പുള്ളി ലാസ്റ്റ് വന്ന് 3-4 ഹൂഹു എന്നൊക്കെ വെച്ചു. അവസാനം പുള്ളി പരുവക്കേടി പോയതായിട്ട് നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ആ ഭാഗം ഇപ്പം പോകുന്നില്ല. ഇവിടെ 3 പേര് വന്നത്. 3 പേര്, ഈ 3 പേര് പറഞ്ഞു, സ്നേഹിതന്മാരാ. 3 പേര് പറഞ്ഞു, അയ്യോ നമ്മുടെ കൂട്ടു സഹോദരൻ ഇയ്യോബ് കഷ്ടത്തിൽ കൂടെ പോവുക, പിള്ളേരെല്ലാം ചത്തു, സമ്പത്തെല്ലാം പോയി, പുള്ളി ഇപ്പം അസുഖമൊക്കെ പിടിച്ച് ചൊരണ്ടിയിരിക്കുക. നമുക്ക് അത്തറ്റം പോയി പുള്ളിയുടെ കൂടെ 10 മിനിറ്റ് എന്ന് പ്രാർത്ഥിക്കാം, പുള്ളിയുടെ കൂടെ സഹതപിപ്പാം. നല്ല സ്നേഹിതന്മാരാ. ഒന്നുമില്ലെങ്കിൽ ഈ കഷ്ടവും അനർത്ഥവും വന്നമ്മമാരാന്നെങ്കിലും പറഞ്ഞല്ലോ, നമ്മുടെ സ്നേഹിതന്മാർ പലരും വരത്തില്ല. കഷ്ടമോ ഇതുപോലെ പിള്ളേരും ചത്തു, സമ്പത്തും പോയി, ചൊറിച്ചിലും ആയിക്കൊണ്ട് ഞാൻ നമ്മുടെ സഹോദരന്മാർ എഴുതും. എന്തോ കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിയേണ്ട കാര്യമൊന്നും ഇല്ല. ഇവരും അതൊക്കെ പിന്നെ പറഞ്ഞു. പിള്ളേർ 10 ചാകണമെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ട്. 1-2 ആണെ നമുക്ക് സഹിക്കാം. സ്തോത്രം. ഇത്രയും സമ്പത്ത് ഒരു വെട്ടുവാദം വന്ന കന്നാലി പോലും ഇല്ലാതായിപ്പോയി. അപ്പോൾ എന്തെങ്കിലും കാണും, പുള്ളിയും ക്ലിയർ അല്ല. അതുകൊണ്ടാണ് ഇതൊക്കെ. നമ്മുടെ ആൾക്കാർ പിന്നെ എഴുതുന്നൊന്നും എനിക്ക് പൊതുവിലും പറയാനൊക്കത്തില്ല. എന്തെല്ലാം കോടാലി ഒപ്പിക്കുമെന്നറിയാവും. എന്നാൽ ഇയ്യോബിൻ്റെ 3 സ്നേഹിതന്മാർ സഹതപിപ്പാൻ പ്രാർത്ഥിക്കാൻ വന്നു. പക്ഷേ അവരും ഇതൊക്കെ തന്നെ പ്രാർത്ഥിക്കാൻ വന്നവരാ. എൻ്റെ ഭാഷ പറഞ്ഞാൽ പാര വെച്ചേച്ചാ പോയത്. പ്രാർത്ഥിക്കാനാ വന്നത്. പക്ഷേ നിങ്ങളോർക്ക് നീ പ്രാർത്ഥിക്കുന്നതെല്ലാം പ്രാർത്ഥിക്കുന്നവരാന്ന് കൂടുതലും പാരയാ. വലിയ അലവാങ്കുമായിട്ടാണ് നടക്കുന്നത്. അടുത്തിരിക്കുന്ന പുള്ളിക്ക് വെച്ചാൽ അനങ്ങാതിരിക്കും, ഇടയ്ക്കിടയ്ക്ക് നോക്കും വെച്ചാൽ അലവാങ്ക് കേൾക്കുന്നുണ്ടോ എന്ന്. പ്രാർത്ഥിക്കാനാ വന്നത്, പക്ഷെ മിക്കതും പാരയാ. ഇയ്യോബിന്റെ സ്നേഹിതന്മാർ സഹതപിപ്പാൻ വന്നവർ ഇയ്യോബിനെ ദ്വേഷിക്കാൻ തുടങ്ങി, കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങി. നിന്റെ പിള്ളേരെല്ലാം ക്ലിയർ ആയിരുന്നെങ്കിൽ 10 ചാകുവോ? ചോദ്യമാ. നീ ക്ലിയർ ആയിരുന്നെങ്കിൽ ഈ ചൊരണ്ടിയിരിക്കുവോ? നീ യഥാസ്ഥാനപ്പെട്ടവനായിരുന്നെങ്കിൽ ഈ സമ്പത്ത് മുഴുവൻ പോകുമോ? ഇങ്ങനെയൊക്കെ വേദനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി. ഇയ്യോബ് പല കാര്യം പറഞ്ഞിട്ട് ഇവർ ഉൾക്കൊള്ളുന്നില്ല, അംഗീകരിക്കുന്നില്ല. അങ്ങനെ പല കാര്യം പറഞ്ഞ് ഉൾക്കൊള്ളാതെ വന്നപ്പോൾ ഇയ്യോബ് ഇവരോട് പറഞ്ഞ ഭാഗമാണ് നമ്മൾ കുറുവാക്യം വായിച്ചത്. ആ 12-ന്റെ പ്രാരംഭവാക്യം വായിച്ചേ. 12-ന്റെ പ്രാരംഭവാക്യം 12:1. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞത്. അപ്പൊ ഇയ്യോബ് ഉത്തരം പറയുക. അപ്പൊ പല കാര്യം പറഞ്ഞിട്ട് ഇവർ ഏക്കുന്നില്ല. ഏക്കാതെ വന്നപ്പോൾ ഇയ്യോബ് ഇവരോട് പറഞ്ഞ കാര്യമായി 7 വാക്യം ഇയ്യോബ് ഉത്തരം പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇവരോട് പറയുന്ന ഭാഗമാ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞ് നിങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഉപദേശം പറഞ്ഞിട്ട് നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ടൊരു കാര്യം പറയുക, മൃഗങ്ങളോട് ചോദിക്ക്, മൃഗം നിന്നെ ഉപദേശിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക, അവ പറഞ്ഞു തരും. അല്ല, ഭൂമിയോട് സംഭാഷിക്കുക, അവ നിന്നെ ഉപദേശിക്കും. അല്ല, സമുദ്രത്തിലെ മത്സ്യം നിന്നോട് എന്ന് പറഞ്ഞാൽ ഇയ്യോബ് പറഞ്ഞതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് അവൻ അറിയിച്ചിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഇനി ഒരു കാര്യം ചെയ്യും, മൃഗത്തോട് ചോദിക്കേ. തോണിക്കൂടി പറഞ്ഞിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, മൃഗത്തോട് ചോദിക്കേ. ഏലിയാസ് പറഞ്ഞിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല, ഭൂമിയോട് ചോദിക്കേ. ഇന്നിപ്പം കാവാലം മാസം വന്നു, ഉൾക്കൊള്ളുന്നില്ല, പക്ഷിയോട് ചോദിക്കേ. രാജരാജൻ ഭാഷ കുറെ നാളായിട്ട് പറയുക, അംഗീകരിക്കുന്നില്ല.
മൃഗത്തോട് ചോദിയില്ലേ? അവൾ ഉൾക്കൊള്ളാതെ അംഗീകരിക്കാതെ വന്നപ്പോൾ യോബ് പറഞ്ഞ പദമാ 4 കാര്യങ്ങളായിട്ട് പറഞ്ഞത്. 1, മൃഗത്തോട് ചോദിക്കണം. 2, പക്ഷികളോട് ചോദിക്കണം. 3, ഭൂമിയോട് സംഭാഷിക്കണം. 4, മത്സ്യത്തോട് ചോദിക്കണം. ഇതെല്ലാം നിനക്ക് ഉപദേശം തരും. എല്ലാം ഒന്നും വിവരിച്ച് പറയാൻ നേരമില്ല. സമയം എന്തുവായി? 9:30 കഴിഞ്ഞു. 10 ആകുമ്പോൾ നിർത്താം. പോരെ? ഇത് പിടിച്ചോ. ഞാനിനി കണ്ണാടിയൊന്നും വെച്ച് നോക്കുന്നില്ല. ബൈബിളും പിടിച്ചു. മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ ഉപദേശിക്കും. ഈ തിരുവെടുത്ത് പഠിക്കുമ്പോൾ മൃഗങ്ങൾ ഉപദേശം തരുന്ന ധാരാളം സംഭവങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. മൃഗമെല്ലാം കൂടെ സംസാരിക്കുന്നില്ലെന്നേ ഉള്ളു. പക്ഷേ മൗനമായിട്ടാണെങ്കിലും മനുഷ്യനോട് മൃഗം സംസാരിച്ചു കൊണ്ടിരിക്കുക. അല്ല, ഒടുവിൽ മൃഗം സംസാരിക്കുന്നെന്ന് വെളിപ്പാടിലുണ്ടല്ലോ. ഉണ്ട്. മൃഗം സംസാരിക്കും. തെളിവൊത്തിരി ഉണ്ട്. നിഷ്കന്മക്ഷ യുഗത്തിൽ മൃഗം സംസാരിക്കുമായിരുന്നു. മൃഗം മാത്രമല്ല, പാമ്പ് സംസാരിക്കുമായിരുന്നു. തള്ളയിട്ടൊക്കെ പാമ്പല്ലേ വന്ന് പറഞ്ഞേ? ഇല്ലേ? അതോ പാപ്പച്ചനാണോ? പാമ്പല്ലേ മേ വന്ന് പറഞ്ഞേ? മിണ്ടുകയല്ല. തള്ള പാമ്പിൻ്റെ ഫോൺ നമ്പരും എല്ലാം മേടിച്ചിടയ്ക്ക് മിസ് കോളും വിട്ട് പാമ്പ് ഇങ്ങനൊരു പടവും അമ്മാമ്മയ്ക്ക് അയച്ചു. ഹായ്. ഇച്ചിരി കഴിഞ്ഞ് വിളിക്കാന്നോ? അതാ. പാമ്പ് സ്ത്രീയോട് അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? പാമ്പ് സംസാരിക്കും. ഉദാഹരണം, പാപം ചെയ്തപ്പോഴായി സംസാരശേഷി നഷ്ടപ്പെട്ടത്. ഭൂമിയിൽ പാപം പ്രവേശിച്ചപ്പോൾ മൃഗത്തിൻ്റെ മനുഷ്യൻ്റെ സംസാരശേഷി അത്ര നല്ലതല്ലല്ലോ. ആണോ? അല്ലല്ല. ചിലർ അനാവശ്യം കൂട്ടിയ വർത്താനം പറയുള്ളൂ. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, എന്ത് ചോദിച്ചാലും അതിൻ്റെ മുന്നോ പിന്നോ എന്തെങ്കിലും ചേർക്കുന്നത് എനിക്കിപ്പം മൈക്കിൽ കൂടെ പറയാനൊക്കത്തില്ല. മറന്നിട്ടല്ല, അറിയാം. ഇപ്പോഴും പുള്ളിയോട് എന്തെങ്കിലും ചോദിച്ചാൽ പുള്ളി അത് എന്തെങ്കിലും മുന്നോ പുറകോ എന്തെങ്കിലും പുള്ളിക്ക് ചേർക്കണം. എന്തെങ്കിലും സംസാരം നല്ലതല്ല. അങ്ങനെ നമ്മുടെ ഇടയിലും ഉണ്ട് ആൾക്കാർ. ഉണ്ട്. പാപം ചെയ്യുന്നതിന് മുമ്പ് സംസാരിക്കുമായിരുന്നു. പാപം ചെയ്ത് കഴിഞ്ഞപ്പം ചിലരുടെ സംസാരശേഷിയും പോയി. ചിലർക്ക് സംസാരിക്കാൻ അറിയത്തുമില്ല. ചിലതിപ്പം മിണ്ടുന്നുമില്ല. ഉദാഹരണം, നമ്മൾ വീട്ടിൽ വളർത്തുന്ന കന്നാലി അങ്ങോട്ട് അമ്മ ഇറങ്ങുമ്പം അമ്മ പറ വരുന്നടി. അമ്മയ്ക്കും അറിയാം അന്നമ്മേന്നാ വിളിച്ചത്. അന്നമ്മേന്നാ വിളിച്ചത് മാ. അപ്പം അന്നമ്മയ്ക്ക് അറിയാം എന്നെയാ വിളിച്ചത്. അതാ അന്നം പറഞ്ഞ വരുന്നടി. വീട്ടിൽ വളർത്തുന്ന പാട്ടി ബാബു എന്നായി വിളിക്കുന്നത്. ബാബു ഉണ്ണ പോയിട്ട് വരാടാ. പുള്ളിക്ക് മനസ്സിലായി. ഉണ്ടോ? ഈ മൃഗം സംസാരിക്കും. അങ്ങനെയെങ്കിൽ മൃഗങ്ങൾ നമ്മളെ ഉപദേശിക്കും. ഈ പുസ്തകം പിടിച്ചാൽ അങ്ങനെ ഉപദേശമുണ്ട്. ഉപദേശമാര് പറഞ്ഞിട്ട് അംഗീകരിക്കുന്നില്ല, ആരും കേൾക്കുന്നുമില്ല. അതുകൊണ്ട് യോ പറയുക, മൃഗത്തോട് ചോദിക്കാം, അവൻ നിന്നെ ഉപദേശിക്കും. 7-ാം വാക്യം. മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ ഉപദേശിക്കും. ഈ പുസ്തകം പഠിക്കുമ്പോൾ മൃഗം ഉപദേശം തരുന്ന അനവധി സംഭവങ്ങളുണ്ട്. എടുത്തു വായിപ്പിക്കുന്നില്ല, ഓടിച്ചങ്ങ് പറയാ. ഒന്നാമത് തരുന്ന ഉപദേശം സ്തോത്രം. സകലത്തിന്റെ മേലും മൃഗത്തിന്റെ മേലും മനുഷ്യന് അധികാരമുണ്ടായിരുന്നെന്ന. സൃഷ്ടികർമ്മമെല്ലാം കൊണ്ട് നടത്തി ഒടുവിൽ സർവജ്ഞനായ ദൈവം തമ്പുരാൻ ആദാമിന്റെ മുൻപിൽ സകല ജീവജാലങ്ങളെയും മൃഗങ്ങളെയും വരുത്തി. ആദാം അവയ്ക്കിട്ടത് അവയ്ക്ക് പേരായി എന്ന് പറഞ്ഞാൽ സകല മൃഗവും തൻ്റെ മുന്നിൽ കൂടെ കടന്നു പോകുന്നത്. ഈ മൃഗത്തോട് ചോദിച്ച മൃഗം പറയും, ആദാം എന്ന് പറയുന്ന വ്യക്തി സ്വന്തം സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാ എന്ന് പറഞ്ഞാൽ, ദൈവത്തോട് കൂടെ നടന്നാൽ, ദൈവത്തോട് ചേർന്നിരുന്നാൽ, ദൈവത്തോട് പറ്റി നിന്നാൽ, ദൈവത്തിൻ്റെ വഴിയിൽ നടന്നാൽ സകലതും നിനക്ക് കീഴാകും. ഇതാണ് ഈ മൃഗം തരുന്ന ഉപദേശം. ഉൽപ്പത്തി തരുന്നത് സകല മൃഗങ്ങൾ, ആനയും കടുവായും പുലിയും കരടി സകല കാട്ടുപോത്തും തരുന്ന ഉപദേശം എന്നാണെന്നറിയാമോ? ഈ ആദാം ദൈവത്തോട് കൂടെ നടക്കുക, ദൈവ സംസർഗത്തില, പാപം ചെയ്തിട്ടില്ല, പാപം പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ മൃഗം പറയും, പാപം ചെയ്യാതെ ദൈവത്തോട് കൂടെ നടന്നാൽ ഞങ്ങളെല്ലാം നിങ്ങൾക്ക് കീഴ്പ്പെടും.
അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു കാര്യം എന്നെ കേൾക്കുന്നവരോട് പറയാ, ആമേൻ, സകല പാപത്തിൽ നിന്ന് നമുക്ക് മോചനം, പാപത്തിന് പരിഹാരം ഒരേ ഒരു മാർഗമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ആമേൻ. യേശുവിന്റെ രക്തത്തിന് പാപം പരിഹരിക്കുവാൻ കഴിവുണ്ട്. അത് പുണ്യാക രക്തമാണ്, വിലയേറിയ രക്തമാണ്, നിർമ്മല രക്തമാണ്, സംസാരിക്കുന്ന രക്തമാണ്, വിലപ്പെട്ട രക്തമാണ്, പാപം മോചിക്കുന്ന രക്തം. ഇന്ന് രാത്രി ആ രക്തത്താൽ പാപമോചനം പ്രാപിക്കട്ടെ. മൃഗങ്ങളോട് ചോദിക്കാ, അവ നിന്നെ ഉപദേശിക്കും. ഓടിച്ചു പറയാ, ബിലിയാമിന്റെ കഴുത. ചരിത്രമൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല. അപ്പോൾ യഹോവ കഴുതയുടെ വായു തുറന്നു. അത് ബിലിയാമിനോട്, നീ എന്നെ 3 വട്ടം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു? കഴുത തരുന്ന ഉപദേശം ഇതാ, ആമൻ, ദ്രവ്യാഗ്രഹം അകത്ത് കയറിയാൽ ദർശനം പോവും. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും അതാ കഴുത തരുന്ന ഉപദേശം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഭൗതിക നന്മ നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതിൻ്റെ കുശാഗ്രബുദ്ധിയും തട്ടിപ്പും വെട്ടിപ്പും കാണിക്കരുത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ആവശ്യമാണ്. അതൊക്കെ തരാൻ ദൈവം വിശ്വസ്തനുമാണ്. സൂത്രത്തിൽ തന്ത്രത്തിൽ കൗശല ബുദ്ധിയിലൊന്നും സമ്പാദിക്കരുത്. സ്തോത്രം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാണ്. ഇതാ ബിലിയാമിന്റെ കഴുത തരുന്നു എന്ന് പറഞ്ഞാൽ, ആമന് കാശിനോടുള്ള ആർത്ത് കയറിയാൽ ദൈവീക ദർശനവും കൃപയെല്ലാം നഷ്ടപ്പെടുമെന്ന്. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടിക്കേണ്ടിടത്തല്ല അടിക്കുന്നത്, പോകേണ്ട വഴിയല്ല പോകുന്നത്. കാരണം ബിലിയാമിനെ പറ്റി പുതിയ നിയമത്തിൽ വായിക്കുന്നത്, ആമൻ കൂലി കൊതിച്ച ബിലിയാമെന്ന. അകത്ത് മുഴുവൻ കൂലിയിരിക്കുക, അകത്ത് മുഴുവൻ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല ബുദ്ധിയാ. ഈ മൃഗം തരുന്ന ഉപദേശം, ആമൻ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലകാരണമാണ്. അതിലെ പുള്ളിയുടെ കാല് ഞെക്കിയത്, ദൂതനെ കണ്ടത്, ആകെ പ്രശ്നമായത്, ഒടുവിൽ ചത്തത് എങ്ങനെ? പുള്ളി പറഞ്ഞു, ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കാം. ഭക്തൻ മരിക്കുമ്പോഴാണോ മരിച്ചത്? അയ്യോ, യുദ്ധം അങ്ങോട്ട് നടന്ന് ഇവനെ വെട്ടിക്കൊന്ന് പരുവക്കേടായി. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. ഇന്ന് രാത്രി മൃഗങ്ങളോട് ചോദിക്ക്, അവൻ നിന്നെ ഉപദേശിക്കും. ഓടിച്ചു പറയാം. പ്രവാചകൻ ഒരിക്കൽ നടന്നു വരിക. പ്രവാചകൻ അന്നേരം യൂത്ത് കുറേ ഉണ്ട്. യൂത്ത് പിള്ളേരെല്ലാം കൂടെ പുള്ളിയെ കളിയാക്കി. മൊട്ടത്തലയാ കയറി വായിപ്പിക്കുന്നില്ല, അറിയാമല്ലോ, മൊട്ടത്തലയാ. അപ്പം എൻ്റെ ചിന്ത, പുള്ളി മുടി വളർത്തിയ ഉപദേശിയല്ല. ഇപ്പം അങ്ങനത്തെ ഉപദേശിമാരും ഉണ്ട്. പാട്ടുന്നിട ഉണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞു വെച്ച് മുടിയെടുത്തട്ടെ ഉണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. ഇന്നാളെ ഒരാൾ റബ്ബർ ബാൻഡ് ഇട്ടുകൊണ്ട് വരുന്നു. ഇവർ പിന്നെ മര്യാദയ്ക്ക് മുടിയൊക്കെ വെട്ടി യോഗ്യമായിട്ടിരിക്കുന്നു. അഭിനന്ദ നിൽക്കുന്നു. ചിലതൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. അവനെ വളർത്തിക്കോ, പക്ഷേ ഒരു ആത്മീക ശുശ്രൂഷയിൽ വേണ്ട. ഇതാ നമ്മുടെ ശുശ്രൂഷ, ആത്മീക ശുശ്രൂഷകളാണ്. ഇതിനകത്ത് വരുമ്പോൾ യോഗ്യമായിരിക്കണം. മുടി വളർത്തരുതെന്നോ അതൊന്നും പിടുത്ത വിഷയമല്ല. ശുശ്രൂഷയ്ക്ക്, സ്റ്റേജയിൽ, ആരാധനയ്ക്ക് ഒക്കെ വരുമ്പോൾ യോഗ്യമായിരിക്കണം. ഇപ്പോൾ ഇതൊന്നും തീർത്ത് പറയാനും ഒന്നും മിണ്ടാനൊക്കെ വല്ലാത്ത കാലമാണ്. മിണ്ടിയ അന്നേരം തന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് ഭാഷന്മാരും വളരെ പേടിച്ചൊക്കെയാണ് ജീവിക്കുന്നത്. എനിക്ക് പിന്നെ ഇതൊന്നും വിഷയമല്ല. ഇനി എന്നാ വിഷയം ഉണ്ടാകാനാ? പണ്ടൊരു തെങ്ങേന്ന് വന്ന് തല തെറിച്ച് പോയപ്പം പെമ്പള വന്ന് പറഞ്ഞു, എൻ്റെ ദൈവമേ, ഇതിലും വലുത് ഏതാണ്ട്, ഇതിലും വലുത് തലയില്ല, ഇതിലും വലുത് എന്നാ വരാനാ? ഒരു കാര്യം പറയാം, നമ്മുടെ വിഷയത്തിൽ വരാം. മൊട്ടത്തലയാ കയറി വരാൻ കളിയാക്കുക, പരിഹസിക്കുക, ഉപദേശിയെ കളിയാക്കുക, പരിഹസിക്കുക. അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. ഉപദേശിയെ പരിഹസിക്കുക, മൊട്ടത്തലയാ കയറി വരാൻ. ഉപദേശിമാരെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ആക്ഷേപിച്ചവരൊക്കെ ഒന്നെങ്കിൽ മാനസാന്തരപ്പെടും, ഇല്ലേ മേടിച്ച് കിട്ടും. പരമാർത്ഥ മനസ്സോടെ ജീവിക്കുന്നവനെ, വിശ്വസ്തയോടെ ജീവിക്കുന്നവനെ നീ ഞോണ്ടാൻ പോയാൽ വിവരം അറിയും. അതുപോലൊരു സംഭവം ഇവിടെ. മൊട്ടത്തലയാ കയറി വരാൻ. പുള്ളി ഉടനെ മൊട്ടത്തലയാ തിരിഞ്ഞൊന്ന് നോക്കിയപ്പോൾ അവിടുത്തെ വാക്യം, കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്നെന്ന്. അപ്പോൾ കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്ന് അവരിൽ 42 ബാലന്മാരെ കീറിക്കളഞ്ഞു. ഹോശിയ പ്രവചനത്തിൽ വായിക്കുന്നത് ഹൃദയത്തിൻ്റെ നെയ്വല കീറുവന്ന. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. ഞാൻ നേരത്തെ പുസ്തകം മടക്കി അങ്ങ് കൊടുത്തില്ല. കാരണം അങ്ങനെ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരനെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ ഏൽപ്പിച്ചല്ലോ. അതുകൊണ്ട് ഇനി വായിപ്പിക്കുന്നില്ല.
അപ്പോൾ കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്നു. അവരിൽ അപ്പൊ കുറച്ചേറെ പിള്ളേരുണ്ടായിരുന്നു. കിട്ടിയതാണ് 42. ഒരു പെൺകരടിക്ക് 21 വെച്ച്. കരടിയും പറഞ്ഞാണ് നല്ല ഗോളായിരുന്നല്ലോ. ഈ കരടിയോട് ചോദിച്ചാൽ കരടി പറയും, എടാ കൊച്ചുങ്ങളെ, എല്ലാരെയും നിന്നിച്ച് കളിയാക്കുന്നത് പോലെ അഭിഷേകത്തിന്റെ നേരെ നീ കയറി കൊമ്പ് കോർക്കരുത്. എല്ലാരെയും ഞോണ്ടുന്നത് പോലെ, എല്ലാരെയും തൊടുന്നത് പോലെ, എല്ലാരെയും കയറി ഉപദ്രവിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന, ജീവിക്കുന്ന, ആരാധിക്കുന്ന ദൈവഭക്തന്മാരെ തൊട്ടാൽ നീ വിവരം അറിയും. നമ്മൾ തിരിച്ചടിക്കത്തില്ല, അത് നമ്മുടെ മാർഗവുമല്ല. ഒന്നും പറയത്തില്ല. നമ്മളെയൊക്കെ തല്ലിയാൽ നിന്നുകൊള്ളുക അല്ലാതെ, എന്നെ അന്ന് തല്ലിയാൽ ഒറ്റയടിക്കാൻ താഴെ വീണ് ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഒരു കൽപ്പും കടയൊന്നുമില്ല. അല്ല ഒന്ന് തല്ലി നോക്ക്, ഒറ്റയടിക്ക് താഴെ വീഴുമെന്ന്. പക്ഷെ പിന്നെ ഒരടിക്കൊക്കെ നിൽക്കുന്നു കൊടുക്കുമായിരിക്കും. എന്നെ കിട്ടുകയല്ല, ആദ്യത്തെ അടിക്ക് താഴെ വീഴും. നിന്നുകൊള്ളാനൊക്കത്തില്ല, താഴെ കിടന്ന് കൊള്ളുകയല്ലാതെ. അതല്ലേ അനേക ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല, ചിലർ എതിർക്കുന്നില്ല. തല്ലാനാക്കവില്ലാഞ്ഞിട്ടാണോ? നമ്മുടെ മാർഗം ഇതല്ലല്ലോ. സ്തോത്രം. അനാവശ്യം നമ്മളെ പറയുന്നു. നാളൊരു തള്ള എന്നോട് പറഞ്ഞു, എൻ്റെ നല്ല ഫസ്റ്റ് ക്ലാസ് ചീത്ത ഇരിപ്പുണ്ടെന്ന് എന്നോട്. പക്ഷെ ഞാൻ പറയത്തില്ല, എന്നോട് പറഞ്ഞതാ. എൻ്റെ നല്ല അതാ പുള്ളി അമ്മയുടെ ഭാഷ ഫസ്റ്റ് ക്ലാസ് ചീത്ത. ഒന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുമില്ല, പറഞ്ഞിരുന്ന തള്ള പറഞ്ഞേനോ. നമ്മുടെ മാർഗം തിരിച്ചു പറയുന്നതല്ലല്ലോ, തിരിച്ച് പ്രതികരിക്കുന്നതുമല്ല. നമുക്കൊറ്റ മാർഗമുള്ളൂ, മുട്ടയിലിരിക്കും, പ്രാർത്ഥന. സ്തോത്രം. അവരെന്നോട് ചെയ്യുന്നതല്ല എനിക്ക് പ്രാർത്ഥനയുള്ളെന്നാ ഭക്തൻ എഴുതിയേക്കുന്നത്. ഏതായാലും ഒരു കാര്യം പറഞ്ഞാൽ, മൃഗം ഈ കരടിക്കുട്ടന്മാർ പറയും, ആമേൻ, എല്ലാവരെയും തൊടുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവനെ തൊടരുത്, നിന്നെ കീറിക്കളയും, ദൈവം നിന്നെ കീറിക്കളയുമെന്ന്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് പറയാം, പ്രശ്നങ്ങൾ വരുമ്പോൾ, പോരാട്ടം വരുമ്പോൾ, എതിരുകൾ വരുമ്പോൾ, നിനക്കെതിരെ പീഡകൾ അടിച്ചുവിടുമ്പോൾ നിരാശപ്പെടരുത്, തകർന്നു പോകരുത്, തളരരുത്. മുട്ടയിലിരുന്ന് പ്രാർത്ഥനയിൽ പോരാടണം. എന്തിനാണെന്നറിയാമോ? അങ്ങനെയുള്ളവർക്ക് ദൈവം മാനസാന്തരം കൊടുക്കാൻ. അവർ നശിച്ചു പോകാനല്ല, അവർ തകർന്നു പോകാനല്ല, ദൈവം അവർക്ക് മാനസാന്തരം കൊടുക്കണം. നമ്മൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷം അവരും അനുഭവിക്കണം. നമ്മുടെ സന്തോഷം അങ്ങനെ ആ ധാന്യവും മീനും മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നമ്മുടെ ഹൃദയം നിങ്ങൾ ദൈവം തന്നിരിക്കുക. ആ സന്തോഷവും അവരും അനുഭവിക്കണം. മൃഗങ്ങളോട് ചോദിക്കുക, അവ നിന്നെ ഉപദേശിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ മൃഗം പറയും, പാപം ചെയ്യാതിരുന്നാൽ സകലതും അനുസരിക്കും. ബിലിയാമിൻ്റെ കഴുത പറയും, ആമൻ സ്തോത്രം, ആമൻ ദ്രവ്യാഗ്രഹം അകത്ത് കുമിഞ്ഞു കയറിയാൽ നിന്റെ ദർശനം നഷ്ടപ്പെട്ട് നീ അധപ്പതിച്ചു പോകും. ഭക്തൻ മരിക്കും പോലെ മരിക്കുകയില്ല. 3, ഈ കരടിക്കുട്ടന്മാർ പറയും, എല്ലാവരെയും കളിയാക്കുന്നത് പോലെ, പരിഹസിക്കുന്നത് പോലെ അഭിഷിക്തനെ തുടരുത്. സ്തോത്രം, സ്തോത്രം. അങ്ങനെയൊക്കെ പെന്തിക്കോസുകാരെ അടച്ച് ആക്ഷേപിച്ച് കളിയാക്കിയവരെ അറിയാവല്ലോ, മേടിച്ച് കെട്ടിയതൊക്കെ ഞാൻ പറയണ്ടല്ലോ, അറിയാവല്ലോ. ദൈവത്തിന് മഹത്വം. ദാനിയേൽ പ്രവചനത്തിൽ രാജാവിനോട് പ്രാർത്ഥിക്കാത്ത വിഷയം നിമിത്തം സിംഹത്തിന്റെ ഗുഹയിലിട്ടു. രാജാവിന് ഉറക്കം വന്നില്ല. വിസ്തരിക്കേണ്ട, നിങ്ങൾക്കറിയാം. അധികാലത്ത് രാജാവ് ഗുഹാമുഖത്ത് വന്ന് ഗൽഗതത്തോടെ ചോദിക്കുക, ജീവനുള്ള ദൈവത്തിന്റെ ദാസനാകുന്ന ദാനിയേലേ, നീ അതിനകത്തെങ്ങാനും ഉണ്ടോടാന്ന്. ദാനിയേൽ കരക്കോട്ട് കയറി കൈയടിച്ചേച്ച് പറഞ്ഞ്, രാജാവിന് ദീർഘായുസ് ഉണ്ടാകട്ടെ. അടുത്ത പറഞ്ഞ നിങ്ങൾക്കെല്ലാം മനപ്പാടമ, രാജാവേ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം ആമേൻ തൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായെ അടച്ചു കളഞ്ഞെന്ന. ഹല്ലേലൂയ. ഞാൻ വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഈ സിംഹത്തോട് ചോദിച്ചാൽ സിംഹം പറയും, ആമൻ, ഇവിടെ അനേകർ ഈ ഗുഹയ്ക്കകത്ത് വന്നിട്ടുണ്ട്, ഒരെണ്ണത്തിനെ ഞങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. വരുന്നതിന് മുന്നേ ആടിപ്പിടിച്ച് അവൻ കീറി പറിച്ച് അടിച്ച് ശരിയാക്കുന്ന ഒറ്റയടി. വരുമ്പളെ അടിയല്ലേ, അടിച്ച് താഴെ ഇട്ട് പറിച്ച് പിച്ച് ചീന്തി കീറിക്കളയും. പക്ഷേ ഇന്നലെ രാത്രി ഒരുത്തം വന്നു. എല്ലാ പ്രാവശ്യവും വരുന്നത് പോലെ അല്ല ഇന്നലെ രാത്രി വന്നവൻ ആരാന്നറിയാമോ? അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാ, അവൻ വിശുദ്ധിയോടെ ജീവിക്കുന്നവനാ, അവൻ പ്രമാണം കാക്കുന്നവനാ, അവൻ ദൈവവചനം ധ്യാനിക്കുന്നവനാ, അവൻ പ്രമാണത്തിൽ നിൽക്കുന്നവനാ, ഉപരി അവൻ പതിവ് തെറ്റാതെ പ്രാർത്ഥിക്കുന്നവനാ.
അവനെ തൊടാൻ പോലും ഞങ്ങളെ അനുവദിച്ചില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവനെ അവനെ ഉപദ്രവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അഥവാ എന്തേലും വരുന്നുണ്ടെങ്കിൽ ദൈവം അനുവദിച്ചിട്ടാ. പ്രൈസ് ദി ലോർഡ്. ഈ സിംഹഗുഹയ്ക്കകത്ത് കിടക്കുന്ന സിംഹം പറയും, എല്ലാവരെയും തൊടുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. മൃഗങ്ങളോട് ചോദിക്ക്, അവൻ നിന്നെ ഉപദേശിക്കും. ഞാൻ വിശദീകരിക്കാൻ അങ്ങ് പോയിന്റ് പറഞ്ഞു പോവുകയാണ്, നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. കർത്താവിന് യെരൂശലേമിലേക്ക് യാത്ര ചെയ്യണം. ദൈവത്തിൻ്റെ ഭഗത്ത് ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ ഇതുവരെ ആരും കയറിയിട്ടില്ലാത്ത കഴുതയെയും കഴുതയുടെ കുട്ടിയെയും കാണും. അതിനെ അഴിച്ചോണ്ട് വരണം. ആരെങ്കിലും ചോദിച്ചാൽ പറയണം, ഗുരുവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഞാൻ അധികം വിവരിക്കുന്നില്ല. ശിഷ്യന്മാരെ പറഞ്ഞതുപോലെ ചെന്ന് കഴുതക്കുട്ടിയും കഴുതയെ അഴിച്ച് യേശുവിൻ്റെ അടുക്ക കൊണ്ടുവന്ന് വസ്ത്രം അതിൻ്റെ മുകളിലിട്ട് നമ്മുടെ കർത്താവ് ആ കഴുതയുടെ മുകളിൽ വാഹനമേറി പോകുക. അത് പ്രവചനം നിവൃത്തിയാകുന്നതാണ്. ഭാഗ്യങ്ങൾ എടുപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ദൈവത്തിന് സിയോൻ പുത്രിയെ നിന്റെ രാജാവ് സൗമ്യനായിട്ട് കഴുതപ്പുറത്ത് വരുന്ന ആ പുസ്തകത്തിലെ വാക്യം. അങ്ങനെ യെരൂശലേമിലേക്ക് യേശു കഴുതയുടെ മുകളിൽ. അപ്പോൾ സകല മനുഷ്യരും വൃക്ഷത്തിൻ്റെ കൊമ്പുകളും കുരുത്തോലകളും വിലയേറിയ വസ്ത്രങ്ങളും എല്ലാം ഈ രാജപാതയിൽ അല്ലെങ്കിൽ പോയ വഴിയിൽ ഇങ്ങനെ വിരിച്ചു. കഴുത ഇതിൻ്റെ പുറത്തൂടെ കയറി സഞ്ചരിക്കുക. ആമേൻ. എല്ലാവരും തൊഴുന്നു, വീശുന്നു, ഹോശന്ന പാടുന്നു. ആമേൻ. എല്ലാവരും കൈ വീശുന്നു, ഹോശന്ന പാടുന്നു. ഈ കഴുതയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. ആരും കാണാതെ, ആരും ഗവനിക്കാതെ, എല്ലാവരാലും തള്ളപ്പെട്ട് ഏതോ ഒരു വീട്ടിൽ ഏതോ ഒരു കുറ്റി കെട്ടപ്പെട്ട് കിടന്ന ഞാൻ ഇപ്പൊ തന്റെ ആൾക്കാരെന്നെ കൈ കാണിക്കുന്നു, വീശുന്നു. വിലയേറിയ വസ്ത്രം, അലമാരയ്ക്കകത്ത് വെച്ച വസ്ത്രം വരെ കൊണ്ടുവരുന്നത്. ആമേൻ. എല്ലാം കൊണ്ടിടുന്നു, കുരുത്തോല കൊണ്ടിടുന്നു, വൃക്ഷത്തിന്റെ ഇല വെട്ടിയിടുന്നു. അയ്യോ, ഞാൻ ഇതിനകത്ത് ഇതിന്റെ മുകളിൽ കൂടെ യാത്ര ചെയ്യുകയാ. എങ്ങോട്ട്? യെരൂശലേം പള്ളിയിലോട്ട്. അയ്യോ, പണ്ടാന്നെ പള്ളിയുടെ അയലത്ത് ചെല്ലാനൊക്കത്തില്ല. കാരണം ഞങ്ങളുടെ കഴുത്ത് പിടിച്ച് ക്ലിക്ക് എന്നൊരു ശബ്ദം കേൾക്കാം. ഓടിക്കുക. അതാ ഗതി. കഴുതേനെ പടലിക്ക് പിടിച്ചോടിക്കാനാ. എന്നെ യാഗം കഴിക്കാൻ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാനൊക്കത്തില്ല. പക്ഷെ ഇപ്പത്തേണ്ട യേശു ഞങ്ങളുടെ മുകളിൽ വന്നതുകൊണ്ട്, യേശുവിന് ഇരിക്കാൻ ഇടം കൊടുത്തത് കൊണ്ട്, യേശു ഞങ്ങളുടെ മുതുകിൽ ഇരിക്കുന്നത് കൊണ്ട് എല്ലാവരും ഞങ്ങളെ ബഹുമാനിക്കുക. ഈ കഴുതയോട് ചോദിച്ചാൽ കഴുത പറയും, യേശുവിന് ഇരിക്കുവാൻ, യേശുവിന് യാത്ര ചെയ്യുവാൻ, യേശുവിന് വസിക്കുവാൻ നിന്റെയും നിന്റെ കുടുംബത്തെയും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നീ അവൻ ചിന്തിക്കാത്ത വിധങ്ങളിൽ കൂടി, ഉദ്ദേശിക്കാത്ത വഴികളിൽ കൂടി ദൈവം നിന്നെ നടത്തും, ദൈവം നിന്നെ ഉയർത്തും. അതനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നമ്മുടെ കഴിവ് കൊണ്ടോ ഗുണഗണങ്ങൾ കൊണ്ടോ മാന്യത കൊണ്ടല്ല, യേശു നമ്മളിൽ വന്നത് കൊണ്ടാ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഞാൻ എപ്പോഴും പറയും, ആരേലും 10 രൂപ തരുന്നെങ്കിൽ, പച്ചവെള്ളം തരുന്നെങ്കിൽ, ചെല്ലുമ്പോൾ ഒരു കസേര ഇരിക്കാൻ തരുന്നെങ്കിൽ, വണ്ടിയെ കയറ്റുന്നെങ്കിൽ, യാത്ര ചെയ്യാൻ അനുവദിക്കുന്നെങ്കിൽ, കൈ തരുന്നെങ്കിൽ, മാന്യമായിട്ട് ഇടപെടുന്നെങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണം തരുന്നെങ്കിൽ, നമ്മുടെ കഴിവ് കൊണ്ടോ കുടുംബശ്രേഷ്ഠത കൊണ്ടോ വിദ്യാഭ്യാസത്തിന്റെ മിടുക്ക് കൊണ്ടോ ശരീരത്തിന്റെ മെച്ചം കൊണ്ടോ കായബലം കൊണ്ടല്ല, യേശു നമ്മളിലുള്ളത് കൊണ്ടാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദേശക്കാരോടും സമീപവാസികളോടും പ്രിയപ്പെട്ടവരോടും കൂടപ്പെട്ടവരോടും അറിയിപ്പാനുള്ളത്, നീ യേശുവിനിരിക്കാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്ക്. യേശുവിന് നിന്റെ ഹൃദയം കൊടുക്ക്. യേശുവിന് നിന്റെ ഭവനം തുറന്നു കൊടുക്ക്. കർത്താവിന്റെ വേലയ്ക്ക് നിന്നെയും നിന്റെ കുടുംബത്തെ ഏൽപ്പിക്ക്. ദൈവം ഈ ദേശത്ത് ദൈവം നിന്നെ ഉയർത്തും.